എല്ലാവർക്കും പ്രിയസ് കമ്പികളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാമുനൊക്കെ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ടാവും, ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ പാൽ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ചിലർ പാൽ വറ്റിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിവിടെ പാലല്ല കേട്ടോ ഉപയോഗിക്കണേ, വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കണത്. പിന്നെ മാത്രമല്ല ബ്രെഡിൻ്റെ ഈ സൈഡ് വശങ്ങളൊന്നും ആരും ഉപയോഗിക്കാറെന്ന് നമ്മൾ വീഡിയോയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ബ്രെഡ് കൊണ്ട് ഇങ്ങനെ വെച്ച് നോക്കിയത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഫ്ലോപ്പായി പോയി, അതും കാണിക്കാം. പിന്നെ ബ്രെഡിൻ്റെ സൈഡ് വശം കൊണ്ട് ഉണ്ടാക്കിയാൽ എന്താണ് പ്രശ്നം, അതോ പ്രശ്നമില്ലേ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഇതുപോലെ ഫ്ലോപ്പായി പോയി. പിന്നെ അത് ഫ്ലോപ്പ് ആവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളത് ആ ഒരു ട്രിക്കും കൂടി നമുക്ക് നമ്മുടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇന്നത്തേൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ എല്ലാ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് ബ്രെഡ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടിപ്പോവാത്ത ടെക്സ്ചറിലുള്ള ഒരു ഗുലാബ് ജാമുൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് എന്തായാലും പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാമെന്നും അരികുവശം കൊണ്ട് ഉണ്ടാക്കിയാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പിന്നെ അതിലേക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിവിടെ 12 ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഒരു അളവിൽ വെള്ളം വേണം. ഇതൊന്ന് നന്നായി കലക്കിയിട്ട് അതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് 2 കഷ്ണം ഏലക്കായ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കളറൊന്നും ചേർക്കണമൊന്നുമില്ല കേട്ടോ. എനിക്ക് കളർ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചൊരു നുള്ള് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ മാത്രം. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മെഴുമെഴുക്ക് പോലെ തൊടുമ്പോൾ അങ്ങനെ വേണം, വെള്ളം പോലെ ഇരിക്കരുത്, എന്നാൽ വല്ലാണ്ട് തിക്കാവാനും പാടില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു മെഴുക്ക് പോലെ അങ്ങനെ ഒരു ടെക്സ്ചറായാൽ മതി. നമ്മൾ മേടിക്കുന്ന ഗുലാബ് ജാമുൻ്റെ ആ ഒരു ചാറൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിന് നമുക്ക് അതവിടെ മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാനി ആയിട്ടുണ്ട്. ഇത് 12 ബ്രെഡ് സ്ലൈസസ്, ഞാൻ അവിടെ 12 എണ്ണം എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ പീസസാണ്, ചെറിയ സ്ക്വയർ പീസാണ്, അതുകൊണ്ട് 12 എണ്ണം എടുത്തു. അതിൻ്റെ സൈഡ് വശങ്ങൾ മുറിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അതുകൊണ്ട് ഇനി ഉണ്ടാക്കി നോക്കുന്നുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബ്രെഡ് പീസസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് പിന്നത്തെ ഒരു ടിപ്പ് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് പൊടിക്കരുത് ബ്രെഡ്. ഇതുപോലെ മിക്സിയിലിട്ട് പൾസ് മോഡിലിട്ടിട്ട് ഒരു വട്ടം തിരിക്കുക, 2 വട്ടം, അങ്ങനെ 3 വട്ടം ഒന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തി തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഈവണായിട്ട് തന്നെ എല്ലാം പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് അടുത്ത ടിപ്പാണ് കേട്ടോ. നമ്മുടെ ബ്രെഡ് നല്ല ഉള്ളിൽ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടാനുള്ള അടുത്തൊരു ടിപ്പാണത്. അപ്പോൾ ഞാൻ ഇവിടെ 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുത്തത്. മൊത്തത്തിൽ ബൾക്കായിട്ടിട്ട് അടിച്ചില്ലേ, കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ 2 ട്രിപ്പായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊക്കെ ചേർക്കുന്നുണ്ട് ചിലർ. പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ വറ്റിച്ചിട്ടൊക്കെ ചേർക്കുന്നത്. അപ്പോൾ പാൽ കാച്ചാനും പിടിക്കാനൊന്നും നിൽക്കുന്നില്ല, എളുപ്പത്തിൽ ഫ്രഷ് ക്രീമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു യമ്മി ടേസ്റ്റും ആയിരിക്കും. പിന്നെ നമുക്ക് വേറെ പണികളൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ ഫ്രഷ് ക്രീം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം ആദ്യം, കാരണം അതിൻ്റെ അടിഭാഗത്തായിട്ട് ആയിരിക്കും അതിൻ്റെ വെള്ളം ഉണ്ടാവും, ലൂസായിട്ട് അങ്ങനെ ഉണ്ടാവും, മുകളിൽ കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഈവണായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ കപ്പിൽ നമ്മൾ പകുതിയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യം അങ്ങനെ ഒഴിച്ചു കൊടുത്തു, പിന്നെയും ഒരു 1/4 കപ്പും കൂടി അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാലും അരക്കപ്പോളം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കണം. ഇതിലെ കട്ടിയിൽ വിണ്ടൊന്നും വരാത്ത രീതിയിൽ ഒരുവിധം സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചിട്ട് അവിടെ മൂടി വെക്കണം കേട്ടോ. അത് അവിടെ ഒന്ന് സെറ്റ് ആവട്ടെ. ഇതിൻ്റെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് പാനിലേക്ക്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു ഗുലാബ് ജാമുന്, നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല മണം ഉണ്ടാവും. ഇതാ നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് നമുക്കിത് ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാച്ചായിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞാൻ ഇപ്പോൾ 2 ബാച്ചായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ 2 ഉണ്ടകളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബാച്ചിനുള്ളത് മാത്രം ഉരുട്ടിയിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കുക, മറ്റേത് മൂടി വയ്ക്കുക. പിന്നത്തത് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉരുട്ടി ഇട്ടാൽ മതിയാവും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രൈ ആവില്ല, പെട്ടെന്ന് ഇരുന്നിട്ട് ഡ്രൈ ആവാണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ അത് ഉരുട്ടി എടുത്ത് കഴിയുമ്പോൾ കാണുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിള്ളലൊക്കെ ഉണ്ടാവും, അത് ബ്രെഡല്ല, അതുകൊണ്ടാണ്, ബ്രെഡിൻ്റെ പൊടി ആയതുകൊണ്ടാണ്. പക്ഷേ ഇതുപോലെ ഉരുട്ടി നോക്കുക. ഉരുട്ടി നോക്കുമ്പോൾ വിള്ളലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രീം പോരാന്നാണ്. അപ്പോൾ കുറച്ചും കൂടെ ക്രീം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി കുഴയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുട്ടി നോക്കുക. ഉരുട്ടി നോക്കുമ്പോൾ ഇതുപോലെ നല്ല
പ്ലെയിനായിട്ട് നൈസായിട്ടിരിക്കണം. അതിൻ്റെ പുറം വശം വിള്ളലൊന്നും ഇല്ലാതെ ഇതുപോലെ ഇരിക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇതും അടുത്ത ടിപ്പാണ്. അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരില്ല. പിന്നെ മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ഫ്ലെയിമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതായത് നമ്മളവിടെ മൂടി വെച്ചു. ഞാൻ എന്താ ആദ്യത്തെ ഒരു ട്രിപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഫ്ലോപ്പായത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലെയിം ലോ ആക്കി വെച്ചു. നമ്മൾ തൊട്ട് തന്നെ പഞ്ചസാര പാനിയും റെഡിയാക്കി വെച്ചു. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുക പഞ്ചസാര പാനി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ഇതാ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ചൂടായിട്ടുണ്ടായിരുന്നു നല്ലോണം. ഫ്ലെയിം ലോ ആക്കി വെച്ചു. എന്നിട്ട് ഒരെണ്ണം ഇട്ട് കൊടുത്തു. വിണ്ടിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഫ്ലെയിമും വലിയ കുഴപ്പമില്ല. ലോയിൽ തന്നെയാണ് ഇരിക്കണേ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ അങ്ങനെയല്ല ചെയ്യാറ്. പിന്നെ ഇട്ട ഉടനെ ഇളക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇളക്കുമ്പോഴാണല്ലോ പെട്ടെന്ന് വിണ്ട് വരിക. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എല്ലാം നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇട്ട് കൊടുത്തു എല്ലാം. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ലോയിൽ തന്നെ ഇട്ടു. ഞാനൊന്ന് മുരിഞ്ഞു വന്നിട്ട് ഇളക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലോയിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ വിണ്ട് വന്നു തുടങ്ങി. എല്ലാം കണ്ട ഇതുപോലെ ഓരോ സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. എല്ലാം വിണ്ട് വന്നു തുടങ്ങി. ഞാൻ അപ്പോഴേക്കും എനിക്ക് ആകെ ടെൻഷൻ. കാരണം വിണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ കോരിയെടുക്കണം. അല്ലെങ്കിൽ ഇത് മുഴുവൻ ഓയിലിലേക്ക് സ്പ്രെഡാവും. ഓയിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലാവും. അപ്പോൾ ഇതെല്ലാം വിണ്ട് വന്നു. അപ്പോഴേക്കും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയൊക്കെ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് ഇത് കോരി എടുത്തിട്ടു പ്ലേറ്റിലേക്ക്. അതാണ് ഉണ്ടായത്. അപ്പോൾ ഇതാ കണ്ട ഇതെല്ലാം വിണ്ടത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ ഞാൻ പിന്നത്തെ എന്ത് ചെയ്തു, എനിക്ക് ഫ്ലെയിം ഒരു സംശയം തോന്നി. അപ്പോൾ നമ്മൾ ലോയിലിട്ടിട്ട് ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് തോന്നി. പിന്നത്തെ ഞാൻ 2 എണ്ണം മാത്രം ആദ്യം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് പെട്ടെന്ന് അത് ഇളക്കിക്കൊണ്ടേയിരുന്നു. ബോൾ നമ്മൾ തട്ടി കളിക്കുന്ന പോലെ തന്നെ ബോൾ തട്ടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടേയിരുന്നു. ഫ്ലെയിം ഹൈ ആക്കിയിട്ടു. പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വശങ്ങളും പെട്ടെന്ന് മൊരിഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് പൊട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സീക്രറ്റ് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഹൈയിലായിരിക്കണം. പിന്നെ ഇത് ഇട്ട വഴിക്ക് തന്നെ നമ്മൾ പതുക്കെ തട്ടി കൊടുക്കുക. വല്ലാണ്ട് ബലം പിടിക്കാണ്ട് പതുക്കെ അങ്ങോട്ടും തട്ടി അതിൻ്റെ ഫുൾ വശങ്ങളും പെട്ടെന്ന് തന്നെ മൊരിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഗുലാബ് ജാമുൻ്റെ ഒരു ലക്ഷ്യം നമ്മൾ ഇടേണ്ടത്. അപ്പോൾ അത്രയാണ് വേണ്ടത്. പിന്നത്തെ ട്രിപ്പിൽ ഞാൻ 3 എണ്ണം വീതിട്ടു. പിന്നെ അതും റെഡിയായി. അങ്ങനെയെല്ലാം നമ്മൾ നല്ല വിജയകരമായിട്ട് കോരിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് കൊണ്ട് ഉണ്ടാക്കിയാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതും നമുക്കിനി കാണാം. അപ്പോൾ അതാ ഇത്രയുമാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അത് നമുക്ക് അപ്പോൾ തന്നെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഉണ്ടാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതാ മുഴുവനും പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കഴിഞ്ഞാൽ വീർത്ത് വരും കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ ഇട്ട് വെച്ചാൽ മതിയാവും. ഇതാ ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സൈഡ് പീസസ് എല്ലാം ഞാൻ പൊടിച്ചെടുത്തു. സാധാരണ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത പോലെ തന്നെ പൾസ് മോഡിലിട്ടിട്ട് 2-3 വട്ടം കറക്കിയെടുത്തു. അപ്പോൾ അതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കാം. വെറുതെ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് മാറ്റി വയ്ക്കാം. പക്ഷേ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കും സാധാരണ നേരത്തെ പോലെ തന്നെ ക്രീം ഒഴിച്ചു കൊടുത്തു. പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ് നല്ല സോഫ്റ്റായി വരുന്നവരെ കുഴച്ചു. ഇതുപോലെ കുഴച്ച് വെച്ചു. ഇതിൻ്റെ കളറിന് വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേത് വൈറ്റ് കളറായിരുന്നു. ഇതൊരു ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് നല്ല പ്ലെയിൻ ആയിട്ട് തന്നെ അതും ഉരുട്ടിയെടുത്തു. അത് നമ്മൾ വറുത്തെടുത്തു. നേരത്തെ പോലെ തന്നെ ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഉരുട്ടിയെടുത്തു. നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വരും. മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ ഇത് വരുന്നുണ്ട്. പെട്ടെന്ന് വന്നു. പിന്നെ ഉരുട്ടുമ്പോൾ മറ്റേതിനെക്കാട്ടും വ്യത്യാസം തോന്നിയത് കുറച്ച് കനമുണ്ട് ഉരുട്ടുമ്പോൾ. അതാണ് മറ്റേത് കുറച്ച് ലൈറ്റായിരുന്നു തട്ടുമ്പോൾ. ഇത് കുറച്ച് കനമുണ്ട് മറ്റേനായിട്ട്. പക്ഷേ നല്ല ഭംഗിയായിട്ട് വന്നു കേട്ടോ. അത് നല്ല ഷേപ്പായിട്ട് കിട്ടിയത് ഈ സൈഡ് വശങ്ങളായിരുന്നു. ഇതും അപ്പോൾ ഞാൻ ആദ്യത്തെ റെഡിയായി. അപ്പോൾ പിന്നെ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തതിലേക്ക് തന്നെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുത്തു. അത് നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് നേരത്തെ ഒക്കെ ഒരുവിധം വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ ഇതും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി രണ്ടും മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഉൾവശങ്ങളാണ് ഈ ഇരിക്കുന്ന ഗുലാബ് ജാമുൻ. ഫുള്ളായിട്ട് വീർത്ത് വന്നു. പഞ്ചസാര പാനിയിൽ ഒരു 15 മിനിറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇട്ട പീസാണ്. ഉൾവശമാണ് ഇട്ടത്. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഉൾവശം നല്ല വെളുത്തിരിക്കുന്നത്. വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകുന്ന നല്ല ഗുലാബ് ജാമുനാണ്. എല്ലാവരും നല്ല സക്സസ് ആയിരിക്കും. എല്ലാവരുടെയും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സൈഡ് വശങ്ങളുടെ കാണാം. ഇതാണ് സൈഡ് വശം കൊണ്ട് ഉണ്ടാക്കിയത്. ഇത് എന്താ ഉണ്ടാക്കിയ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല.
ഒരേ ഒരു പ്രശ്നം അതിന് കളറില്ല ഉള്ളിലെന്ന് മാത്രം, വൈറ്റ് കളറില്ല എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല ഇതിന്. ഇതുകൊണ്ടും നമുക്ക് ഉണ്ടാക്കാം. വേണമെങ്കിൽ മറ്റേൻ്റെ ഒപ്പം ഇട്ട് മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. അത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സൈഡ് വശം വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ, ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കളയണ്ട, രണ്ടും നമുക്ക് ഉണ്ടാക്കുക. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സക്സസ് ആയിട്ട് കമൻസ് എല്ലാം ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.